കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഹായ്, വെൽക്കം ടു ഏകൻ ലേണിംഗ്. ആദ്യം ഒരു കാര്യം പറയാം, നാളെ കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന എല്ലാ ചോദ്യവും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, ഫ്രണ്ട്സിനെയും കൂട്ടി വരിക കേട്ടോ. ഇനി നമുക്ക് ഇന്നൊരു ചോദ്യം അങ്ങോട്ട് നേരെ പോവാം. ഈ ഫിഗർ കാണാത്ത ആരും ഉണ്ടാവില്ല. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, വലതുകൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് താഴെയുള്ള ഈ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടേക്ക് കറങ്ങുമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒറ്റ കാര്യം, വളരെ സിമ്പിൾ ട്രിക്ക് പറയാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഉണ്ടാവും, അതിൽ ഈ ഫിഗർ ഉണ്ടായിരിക്കും, കറക്റ്റായിട്ട് ഈ ഫിഗർ ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പിടിക്കുക, അത് നേരെ നിങ്ങളെ ഇടത് കൈ പിടിക്കണം കേട്ടോ. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കുക. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അതെങ്ങോട്ടൊക്കെയാ? ഇവിടെ A to B ആണ്. അപ്പോൾ നിങ്ങളിതാ ഈ രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഞാനത് ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിക്കുക. ശേഷം ഒറ്റ കാര്യം ചെയ്യണം, ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ മുകളിലേക്ക് വരുമ്പോൾ പിടിക്കുക. ഞാൻ കാണിച്ചുതരാം, ഇവിടെ നോക്കിക്കോ. ഞാനിതാ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ പിടിച്ചിരിക്കണ്ടേ? എൻ്റെ ഇടത് കൈയിൽ ഞാൻ എന്ത് പിടിച്ചു? ഈ കണ്ടക്ടറെ പിടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. സോ ഒറ്റ കാര്യം നോക്കിയാൽ മതി, കറണ്ട് മുകളിലേക്കാണ് പോവാന്ന് വിചാരിച്ച് വെക്കുക. കറണ്ട് മുകളിലേക്കാണല്ലോ പോകുന്നത്. ഇടത് കൈ അത് പിടിച്ചിട്ടുമുണ്ട്. ശേഷം നിങ്ങളുടെ വലത് കയ്യിൽ ഒരു പേനയോ എന്തെങ്കിലും എടുക്കുക. ശേഷം നമുക്ക് ഏത് ധ്രുവത്തിൻ്റെ ഡയറക്ഷൻ കാണേണ്ടത്? നോർത്തിൽ ഇങ്ങനെ തൊടുക. ഞാൻ തൊട്ട് കണ്ടോ? ഇതേപോലെ തൊടുക. ശേഷം എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളെ ഇടത് കൈയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നീഡിൽ എങ്ങനെയാണ് ഇങ്ങനെ വട്ടത്തിലെ ഈ സാധനം ഉണ്ടാവുക. ഈ രീതിയിൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ എങ്ങനെ കറങ്ങുക? ഒന്നെങ്കിൽ ഇങ്ങനെ കറങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങും. ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ എതിര് ഘടികാരം അല്ലേ. ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ എന്താണ്? ഘടികാരം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സോറി, ഇങ്ങനെയാണെങ്കിൽ ഘടികാരം, തിരിച്ചാണെങ്കിൽ എതിര് ഘടികാരം. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഒന്നുകൂടി ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. നേരെ കണ്ടക്ടറിൻ്റെ മുകളിൽ കൂടെയുള്ള കറണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പിടിക്കുക. ഏത് കൈ പിടിക്കണം? ഇടത് കൈ പിടിക്കുക. നോർത്ത് പോൾ തൊടുക. വലത് കൈയിലായിരിക്കണം നിങ്ങളുടെ പേന. നോർത്ത് പോൾ തൊട്ടിട്ട് ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കുക. ഇടത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഇടത് കൈ. ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ തിരിച്ചത്. അപ്പോൾ തിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്ങനെ കിട്ടും? ഇങ്ങനെയല്ലേ കിട്ടുക? നോക്കിക്കോ, ഇങ്ങനെയല്ലേ കിട്ടുക? ശരിയല്ലേ? ഇങ്ങോട്ട് തിരിക്കുന്നു, അപ്പോൾ ഇങ്ങനെ കറങ്ങും. അപ്പോൾ നിങ്ങൾ നോക്കിയത് മനസ്സിലാവും അത് ഏതാണ്? ഘടികാര ദിശ നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് കറങ്ങുക, ഇങ്ങനെ. അപ്പം അതേതാണ്? ഘടികാര ദിശയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഘടികാര ദിശയാണ്. സിമ്പിൾ ട്രിക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് കോസ് ദ മാഗ്നറ്റിക് നീഡിൽ ടു മൂവ്? എന്തുകൊണ്ടാണ് കാന്തിക മണ്ഡലത്തിന് പ്രസൻസ് ഉള്ളതുകൊണ്ടാ? there is a magnetic field is there. കാന്തിക മണ്ഡലം ഉണ്ടാവുന്നതിനെ കൊണ്ടാണ് അല്ലേ. അടുത്ത ചോദ്യം നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇവിടെ ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലെ ഡിഫ്ലക്ഷൻ ഇപ്പോൾ ഉള്ളത് ഏതായിരുന്നു? ക്ലോക്ക് വൈസ് ആയിരുന്നു അല്ലേ. അതിനെന്താക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ്. എന്തൊക്കെ ചെയ്താൽ മതി? ഒറ്റക്കാര്യം ചെയ്യാനുള്ളൂ. എന്ത് ചെയ്യുക? നേരെ നമ്മൾ ബാറ്ററി നേരെ തിരിച്ചിടുക. ബാറ്ററി നേരെ തിരിച്ചിടുക പറഞ്ഞാൽ എന്താ ചെയ്താൽ മതി? ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആക്കുക. ഇങ്ങനെ ആക്കുക. അപ്പോൾ കറണ്ട് എങ്ങനെ പോവും? കറണ്ട് നേരെ ഇങ്ങനെ പോവും, ഇങ്ങോട്ടേക്ക് കറണ്ട് പോകും. അപ്പോൾ ഇങ്ങോട്ടേ കറണ്ട് പോക്കിയാൽ മതി. A to B ആക്കുക. അപ്പം ഞാനും ആ ഫിഗർ ഞാൻ അവിടെ വരച്ചിട്ടുണ്ടോ? A to B ഫിഗർ കണ്ടല്ലോ. എന്താ നമ്മൾ ട്രിക്ക്? ഇടതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പിടിക്കുക, നേരെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ കറണ്ട് മുകളിലേക്ക് പോകും പോലെ. കറണ്ട് എങ്ങോട്ടാ? A to B ആണ്. അപ്പോൾ A താഴെയും B മുകളിലായിട്ട് വരും. ശരിയല്ലേ? സോ അങ്ങനെ പിടിക്കുക. ശേഷം നിങ്ങൾ വലത് കൈയിൽ പേന എടുക്കുക, നോർത്ത് പോൾ തൊടുക, ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കുക. കണ്ടോ? ഇടത്തെ ഭാഗത്ത് ഇങ്ങോട്ട് തിരിക്കുക, ഇടത്തോട്ടേക്ക് തിരിച്ചോ. അങ്ങനെ തിരിയുമ്പോൾ ഇങ്ങനെയാണ് തിരിക്കേണ്ടത്. കണ്ടല്ലോ, ഇങ്ങനെ. ഓക്കെ, ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലായത് എന്താണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, എതിർ ഘടികാര ദിശയിലാണ്. സോ ഈ രീതിയിൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ട്രിക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഒക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഒന്നും നോക്കേണ്ട. വളരെ സിമ്പിളായി ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്. നാളെ എല്ലാവരും വരണം, നമുക്ക് അടിപൊളി പഠിക്കണം കേട്ടോ. നാളെ കാണാം. ബൈ.